പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനുള്ള നിലപാട് കടുപ്പിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. അട്ടാരി ചെക്ക് പോസ്റ്റ് അടച്ചു, വാഗ അതിർത്തിയും അടച്ചു. പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകില്ല. ഇന്ത്യയിലുള്ള പാക് പൗരന്മാർ 48 മണിക്കൂറിനകം ഇന്ത്യ വിടണമെന്ന് ഉൾപ്പെടെ നിർണായക നീക്കമാണ് ഇന്ത്യ നടത്തിയത്. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, കണ്ണില്ലാ ക്രൂരതയ്ക്ക് കടുത്ത നടപടിയാണ് ഇന്ത്യ സ്വീകരിച്ചത്. എന്തൊക്കെയാണ് പ്രധാന തീരുമാനങ്ങൾ? പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനുള്ള നിലപാട് കടുപ്പിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. അട്ടാരി ചെക്ക് പോസ്റ്റ് അടച്ചു, വാഗ അതിർത്തിയും അടച്ചു. പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകില്ല. ഇന്ത്യയിലുള്ള പാക് പൗരന്മാർ 48 മണിക്കൂറിനകം ഇന്ത്യ വിടണമെന്നുൾപ്പെടെ നിർണായക നീക്കമാണ് ഇന്ത്യ നടത്തിയത്. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണി, കണ്ണില്ലാത്ത ക്രൂരതയ്ക്ക് കടുത്ത നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത്. എന്തൊക്കെയാണ് പുതിയ തീരുമാനങ്ങൾ? അതിന് വളരെ കർശനമായ നിലപാടിലേക്ക്, കർശനമായ നടപടിയിലേക്ക് ഇന്ത്യ കടന്നിരിക്കുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ഭീകരാക്രമണത്തെ ശക്തമായ രീതിയിൽ തന്നെ എതിർക്കുന്ന നിലപാടായിരുന്നു ഇന്ത്യ സ്വീകരിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാകിസ്ഥാനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്തായാലും വളരെ നിർണായകമായ ഒരു സുരക്ഷാകാര്യ സമിതിയുടെ യോഗം ചേർന്ന യോഗത്തിന് ശേഷമാണ് പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയിലേക്ക് ഇന്ത്യ എത്തിയത്. എന്തായാലും അതിൽ പ്രധാനമായും നോക്കേണ്ട കാര്യങ്ങൾ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ അട്ടാരി വാഗ അതിർത്തികൾ അടച്ചിരിക്കുന്നു. കൂടാതെ പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ ഇനി നൽകില്ല. 48 മണിക്കൂറിനകം ഇവിടെയുള്ളവർ ഇന്ത്യ വിടണം എന്നൊരു നിർദ്ദേശം കൂടി ഇന്ത്യ മുന്നോട്ട് വെക്കുന്നു. കൂടാതെ പാക് നയതന്ത്ര ഉദ്യോഗസ്ഥർ ഒരാഴ്ചയ്ക്കകം ഇന്ത്യ വിടണം. കൂടാതെ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കുന്നു ഇന്ത്യ. ഈ രീതിയിൽ കടുത്ത നടപടിയിലേക്ക് തന്നെയാണ് പോയത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിന്ധു നദീജല കരാർ തന്നെയാണ്. അത് മരവിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കൂടാതെ ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട കാര്യം പ്രധാനപ്പെട്ട അതിർത്തികളാണ് അട്ടാരി അതിർത്തിയും വാഗ അതിർത്തിയും. ഈ രണ്ട് അതിർത്തികളും അടച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഈ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ 26 ജീവനാണ് പൊലിഞ്ഞത്. ശക്തമായ ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്നതിൽ കർക്കശമായ ഒരു നിലപാട് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടത്. എന്തായാലും ആ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ലോകം വലിയൊരു ദുഃഖം നമ്മളെല്ലാവരും അനുഭവിക്കുന്നൊരു ഘട്ടം തന്നെയാണ്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് കർശനമായ നിലപാട് പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്വീകരിക്കുന്നത് എന്നതാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് വരികയാണെങ്കിൽ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇനി വിസ നൽകില്ല. അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ എംബസി അടച്ചുപൂട്ടി നയതന്ത്രജ്ഞരെ തിരിച്ചു കൊണ്ടുവരും. പാക് നയതന്ത്രജ്ഞർ ഇന്ത്യ വിടണം. കൂടാതെ വാഗ അട്ടാരി അതിർത്തി അടച്ചുപൂട്ടും തുടങ്ങിയ തീരുമാനങ്ങളാണ് ഇന്ത്യ എടുത്തിട്ടുള്ളത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ ചേർന്ന ഒരു യോഗമാണ് ഈ നിർണായകമായ തീരുമാനം എടുത്തത്. സുരക്ഷ സംബന്ധിച്ച ക്യാബിനറ്റ് കമ്മിറ്റിയുടെ യോഗം പ്രധാനമന്ത്രിയുടെ വാക്കുകളിലേക്കൊന്ന് പോയിട്ട് തിരിച്ചു വരാം. The Indus Waters Treaty of 1960 will be held in abeyance with immediate effect until Pakistan credibly and irrevocably abjures its support for cross-border terrorism. 2. The integrated checkpost Atari will be closed with immediate effect. Those who have crossed over with valid endorsements may return through that route before 1 May 2025. Pakistani nationals will not be permitted to travel to India under the SAARC visa exemption scheme visas. Any SVES visas issued in the past to Pakistani nationals are deemed cancelled. Any Pakistani national currently in India under SVES visa has 48 hours to leave India. 4. The defense, military, naval and air advisors in the Pakistani High Commission in New Delhi are declared persona non grata. They have a week to leave India. India will be withdrawing its own defense, navy and air advisors from the Indian High Commission in Islamabad. These posts
in the respective high commissions are deemed annulled. 5 support staff of the service advisors will also be withdrawn from both high commissions. 5. The overall strength of the high commissions will be brought down to 30 from the present 55 through further reductions to be effected by 1st May 2025. കെ.സി. ഉണ്ണികൃഷ്ണൻ തുടരുന്നുണ്ട്. ഉണ്ണി, ഇന്ത്യയിലുള്ള പാക് പൗരന്മാർ 48 മണിക്കൂറിനകം ഇന്ത്യ വിടണമെന്നുൾപ്പെടെയുള്ള നിർണായക നീക്കമാണ് ഇന്ത്യ നടത്തിയത്. അതുപോലെ തന്നെ നാളെ സർവകക്ഷി യോഗമുണ്ട്. ആരൊക്കെയാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുക? 26 മരണങ്ങളാണ് ഇതുവരെ കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചിട്ടുള്ളത്. തുടരാം. അതിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയാണ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ തീരുമാനങ്ങൾ വ്യക്തമാക്കിയത്. എന്തായാലും കർക്കശമായ അല്ലെങ്കിൽ കർശനമായൊരു നിലപാടിലേക്ക്, തീരുമാനത്തിലേക്ക് ഇന്ത്യ പോയിരിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയൊരു കാര്യം. എന്തായാലും ഒരിക്കൽ കൂടി അക്കമിട്ട് എന്തായാലും ആ തീരുമാനങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉള്ളത്. കൂടാതെ അട്ടാരി ചെക്ക് പോസ്റ്റ്, വാഗ അതിർത്തി, ഇത് രണ്ടും പ്രധാനപ്പെട്ട 2 അതിർത്തികളാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് പൂർണ്ണമായും, ഈ 2 അതിർത്തികളും പൂർണ്ണമായും അടയ്ക്കും എന്നതാണ് പറയേണ്ടത്. കൂടാതെ ഈ പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ ഇനി നൽകില്ല. 48 മണിക്കൂറിനകം ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യ വിടണം എന്നൊരു മുന്നറിയിപ്പും കൂടെയുണ്ട്. കൂടാതെ ഈ പാക് നയതന്ത്ര ഉദ്യോഗസ്ഥർ ഒരാഴ്ചയ്ക്കകം ഇന്ത്യ വിടണം. ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ചു എന്നതും ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും വളരെ നിർണായകമായ സുരക്ഷാ കാര്യ സമിതിയുടെ യോഗം ഇന്ന് ചേർന്ന് 2 മണിക്കൂറിലധികമാണ് ആ യോഗം നീണ്ടു നിന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് ആ യോഗം ചേർന്നത്. ആ യോഗത്തിലാണ് നിർണായകമായ തീരുമാനമുണ്ടായത്. ആ യോഗത്തിന് ശേഷമാണ് വിദേശകാര്യ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചത്. എന്തായാലും ഒരു കർക്കശമായ നിലപാട്, ശക്തമായ മറുപടി നൽകുക എന്ന് തന്നെയാണ് ഇന്ത്യ ഇതിലൂടെ ലക്ഷ്യമിടുന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഭീകരാക്രമണത്തെ ശക്തമായി എതിർക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പിന്തുണ ഉണ്ടായിരുന്നു എന്നൊരു കാര്യം കൂടി വിദേശകാര്യ മന്ത്രാലയം പറയുന്നൊരു കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ 26 ജീവനാണ് പൊലിഞ്ഞത് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുന്നു. ആ കാര്യം കൂടി ഈ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ടായി. എന്തായാലും പ്രധാനമായും നോക്കുകയാണെങ്കിൽ ഈ 26 മരണസംഖ്യ, അതായത് പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ മരണസംഖ്യ 26 ആയെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിൻസി സ്ഥിരീകരിച്ചു. കൂടാതെ നിരവധി ലോകരാജ്യങ്ങൾ ആക്രമണത്തെ അപലപിച്ചു. ആക്രമണത്തിന് പാകിസ്ഥാനിൽ നിന്ന് പിന്തുണ കിട്ടിയെന്നും വിദേശകാര്യ സെക്രട്ടറി മാധ്യമങ്ങളോട് പറയുന്നു. കൂടാതെ ഈ ആക്രമണത്തിൽ ശക്തമായ ഒരു നിലപാടിലേക്ക്, അതായത് പാകിസ്ഥാനുള്ള നിലപാട് കടുപ്പിച്ചു എന്ന് തന്നെയാണ് പ്രധാനമായുള്ളത്. 5ഓളം തീരുമാനങ്ങൾ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു, അട്ടാരി അതിർത്തി അടയ്ക്കുകയും ചെയ്തു. കൂടാതെ അതിർത്തി കടന്നവർക്ക് മെയ് 1 മുമ്പ് തിരിച്ചെത്താം എന്നതാണ് പറയുന്നത്. കൂടാതെ പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകില്ലെന്നാണ് പ്രധാനപ്പെട്ടൊരു തീരുമാനം. SVES വിസയിൽ, അതായത് സാർക്കുമായി ബന്ധപ്പെട്ട വിസയിൽ ഇന്ത്യയിലുള്ളവർ 48 മണിക്കൂറിനകം തിരികെ പോകണമെന്നതാണ് ഒരു നിർദ്ദേശം. കൂടാതെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ പുറത്താക്കി. ഇവർ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇന്ത്യയിൽ നിന്ന് പിന്മാറണം. കൂടാതെ ഇന്ത്യയും പാകിസ്ഥാനും പ്രതിരോധ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കണമെന്നും സെക്രട്ടറി അറിയിച്ചു. എന്തായാലും ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട കാര്യം, ആദ്യം നേരത്തെ പറഞ്ഞ പോലെ ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. ആ സർവകക്ഷി യോഗത്തിൽ യോഗം ചേരുക പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാകും യോഗം ചേരുക. എന്തായാലും നിലവിൽ കർശനമായ ജാഗ്രത തുടരണമെന്ന് സേനകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിലുള്ളവരെ പുറത്തു കൊണ്ടുവരും. അതായത് അതോടൊപ്പം തന്നെ ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും പുറത്തു കൊണ്ടുവരുമെന്നും ആ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. എന്തായാലും കർക്കശമായ തീരുമാനത്തിലേക്ക് തന്നെ ഇന്ത്യ പോയി എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. അതിൽ പ്രധാനപ്പെട്ട 5 തീരുമാനങ്ങളാണ് ഈ സുരക്ഷാ കാര്യ സമിതിയുടെ യോഗത്തിന് ശേഷം വിദേശകാര്യ മന്ത്രാലയം, വിദേശകാര്യ സെക്രട്ടറി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കിയത്.